ഹലോ, അപ്പം ഇന്നൊരു ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കണം. അതും അറബിക് ഡിഷാണ്. അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഫലാഫിലാട്ടോ. അപ്പോൾ അതിനായി രാവിലെ തന്നെ നമ്മളെ വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിട്ടോ. നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം ഊറ്റി കേക്ക് ഫ്രഷാക്കി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിന് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ചിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അരച്ചെടുക്കുക. ഒരുമിച്ചിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒരുമിച്ചിട്ടിട്ട് കേട്ടോ അരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 അല്ലി വെളുത്തുള്ളിൻ്റെ അല്ലി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലിയില എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട്, കടയിലെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന മല്ലിയില കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പച്ചമുളകൊക്കെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ പൊനുക്ക് എരി കുറച്ച് മതി. അതുകൊണ്ട് ഞാൻ 3 പച്ചമുളകേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 സവാളിൻ്റെ പകുതി കട്ട് അങ്ങനെ അത് ആഡ് ചെയ്തിട്ടുണ്ടോ. ഇനി ഇതെല്ലാം നന്നായി അരച്ചെടുക്കണ്ട, ചെറിയ രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പക്ഷേ നമുക്കതൊന്നും ഇഷ്ടമല്ല. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാനാണ് കേട്ടോ ഫലാഫിൽ ഇഷ്ടം. അങ്ങനെ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ പാം ഓയിൽ, ഇങ്ങനത്തെ ഓയിലുകൾ യൂസ് ചെയ്യട്ടോ. കോക്കനട്ട് ഓയിൽ ഒരിക്കലും യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ സ്പൂണിൻ്റെ ആകൃതി വന്നോട്ടെ വിചാരിച്ചിട്ടോ ഞാൻ ഈ സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ സ്പൂൺ കൊണ്ട് എനിക്ക് സ്പീഡ് കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കൈ തന്നെ പറ്റൂ. അപ്പോൾ കൈനെ കൊണ്ട് ഇട്ടെടുത്തിട്ടോ. അപ്പോൾ ഒരു ഭാഗം വന്നതിന് ശേഷം മറ്റു ഭാഗം തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടോ. അപ്പോൾ ഫലാഫിലിൻ്റെ ആകൃതി ഇങ്ങനെ അല്ലാന്ന് എല്ലാവർക്കും അറിയാലോ. ഫലാഫിലിൻ്റെ ആകൃതി നമ്മുടെ പരിപ്പുവടൻ്റെ ആകൃതിയാണല്ലോ. പക്ഷേ ആകൃതിയിൽ ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. തിന്നാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വേഗം വേണ്ടിയിട്ടോ കുഞ്ഞു ബോളാക്കിയിട്ട് ഇട്ടെടുത്തത്. അപ്പം ഞാൻ ഇതാദ്യം തിന്നത് കാക്കുണ്ടാക്കിയിട്ടോ. കാക്കുണ്ടാക്കുമ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഉണ്ടാക്കി വന്ന് തിന്ന് നോക്കുമ്പോഴല്ലേ മനസ്സിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അന്ന് നമുക്ക് തികഞ്ഞിട്ടില്ല എനിക്ക്. അപ്പോൾ ഇന്ന് ഏതായാലും തികയോളം തിന്നണമെന്ന് വിചാരിച്ചിട്ടോ ഉണ്ടാക്കിയിട്ടത്. അപ്പോൾ പിന്നെ ഞാൻ കോഫി ഉണ്ടാക്കി കേട്ടോ, ബ്രൂ കോഫി. അപ്പോൾ അങ്ങനെ കുറേ അതിന് ബ്രൂ കോഫി ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതും ഉണ്ടാക്കി. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. അപ്പോൾ ഞാൻ പോയി ടാറ്റാ.